സാറല്ലേ പടം എടുത്തിട്ട് മുഖം കണ്ടില്ല എന്ന് പറഞ്ഞ എന്നെ കുറ്റം പറയാൻ വരരുത്. ജിഗു സാറേ ചീഫ് വരുന്നുണ്ട്. സ്വാമി ചീഫ് ഈസ് കമ്മിങ്. സാറേ ലേക്ക് പോയി തുടങ്ങി വന്ന് നിൽക്കണ്ടത്. വല്ലപ്പോഴൊക്കെ ഓർക്കണം. ചായ ഓർക്കാതെങ്ങനെ തോന്നല്ലേ? സാറേ നേരെ രാത്രി ആയി തുടങ്ങി ഒന്ന് വന്ന് നിൽക്കണ്ട സാറേ. അവസാനം പടം എടുത്തിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറയാം. പിന്നെ എന്റെ മെക്കിട്ട് കിടന്ന് ചാടിക്കോളൂ. പടം തന്നെ സാറേ ഒന്നും ഇല്ലേ വേഗം നീ എന്താ ഇവിടെ മാറി നിൽക്കുന്നു? വാ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു. വാടി വന്നെ വാ. ഒന്ന് പോക്കറ്റ് ചെയ്തോട്ടെ. ഒന്നും കൂടെ അടുത്തുനിന്ന് ഒന്ന് ചിരിക്കാം. റെഡി? സ്മൈൽ. എടുക്കണം. ഓക്കെ. പ്രൂഫാണ് സാർ. ഏതായി പെൺകുട്ടി? പുതിയതായി നിയമനം കിട്ടി വന്നതാണ്. പേര്? ലതിക. അവരൊന്ന് വരാൻ പറയും. യെസ് സാർ. എക്സ്ക്യൂസ് മീ, ലതികയെ ചീഫ് വിളിക്കുന്നു. Come in. ഇരിക്കും. എന്നാ ഇവിടെ ജോയിൻ ചെയ്തത്? കഴിഞ്ഞ 16-ന്. ലതിക എന്നെ മറന്നു അല്ലേ? നിങ്ങൾ എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? ഞാൻ ലതിക നാട്ടിൽ കുറെ അന്വേഷിച്ചു. പക്ഷേ ലതിക എവിടെയാണെന്ന് അവിടെ ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരെയും അറിയിച്ചിട്ട് പോരണമെന്ന് തോന്നിയില്ല. എവിടെയാ താമസം? ലേഖയുടെ കൂടെ. ശരി.
അവരൊന്നും പറഞ്ഞില്ലേ? ആ ഏയ് ആ നമുക്ക് ശരിയാക്കാം. ആ ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എന്തിനാ വിളിപ്പിച്ചത്? ലതികയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കുട്ടികളുമായി ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ കയ്യിൽ കണ്ട കുഞ്ഞ്? അവൻ എന്റെ മോനാണ്. അപ്പൊ ലതികയുടെ ഹസ്ബൻഡ്? അമ്മേ, ഇതാര് ലതികയോ? മോടെ കാര്യം ഇപ്പൊ നിഷ പറഞ്ഞതേ ഉള്ളൂ. ഓ, ഇന്ന് പുറനാളല്ലേ? നിഷേ, മോളെ നിഷേ, പായസമായിരിക്കും. അമ്പലത്തിൽ പോയിരുന്നു അല്ലേ? ആ എത്തിയോ? എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മയെ കൂടെ കൂട്ടായിരുന്നില്ലേ? ഓ, അമ്മ ആകെ തിരക്കില്ല. ആ ലതികയോ? എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടാ, ഇന്നുകൊണ്ട് ബർത്ത്ഡേയാ. ചേട്ടന് ഇത്തിരി പാൽപ്പായസം തരട്ടെ? അയ്യോ, ഇതിന്റെ പുറത്തായ പിരിയും. എനിവേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ദീർഘായുസ്സായിരിക്കട്ടെ. താങ്ക്സ്. പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എനിക്ക് ലാറ്റിൻ അമേരിക്കൻ പോയിട്രി കളക്ഷൻ ഒന്ന് വേണമായിരുന്നു. തരാം. പക്ഷേ കൊണ്ടുപോകാനുള്ള താല്പര്യം അത് തിരിച്ചു കൊണ്ടുവരാനും കാണിക്കണം. അന്ന് ആ പുസ്തകം എടുത്തുകൊണ്ട് പോയി നമ്മളായിട്ട് ചിരിച്ച മാതിരി ആവരുത്. പുറഞ്ചട്ട കാണാനില്ല, പേജ് കാണാനില്ല എന്നൊന്നും പറഞ്ഞിട്ട് വന്നേക്കും. ഇല്ല, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ ഷെൽഫിൽ എവിടെയെങ്കിലും കാണും, എടുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനോട് ചോദിച്ചാൽ തരും. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ കുടിക്കുവോ? അത് നിനക്കറിയാലോ, ചേട്ടത്തിയമ്മയുടെ മരണം ചേട്ടനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ടെന്ന്. വല്ലപ്പോഴും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് നമ്മളോടൊക്കെയാ. ഇപ്പോഴങ്ങനെ പുറത്തേക്ക് എങ്ങും ഇറങ്ങാറില്ല. തനിച്ചിരിക്കാനാ കൂടുതൽ ഇഷ്ടം. ഇപ്പൊ റിസർച്ചും എല്ലാം നിർത്തിയിരിക്കുക. അടുത്ത മാസം അമേരിക്കയിൽ പോകണമെന്നൊക്കെയാ പറയുന്നത്. അതൊരു കണക്കിന് നല്ലതാ. ഈ മൂടിൽ നിന്നൊന്ന് രക്ഷപ്പെടാമല്ലോ. ഞാൻ വരട്ടെ. ഇത് നോക്കൂ. അതെടുക്കൂ പ്ലീസ്. ഇതാ നല്ല കളറല്ലേ? ഒരു പട്ടത്തിയുടെ ലുക്ക് ഉണ്ട്. അതെടുക്കൂ പ്ലീസ്. അതിന് മേലെ ഇതൊന്നും ദാറ്റ് വൺ. ഇത് കൊള്ളാല്ലേ? ഇത് ഇപ്പൊ നല്ലൊരു അമ്മൂമ്മയുടെ ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ വാങ്ങിച്ചു, ഞാൻ പൈസയും കൊടുത്തു. അല്ല, എനിക്ക് എന്തെങ്കിലും വേണോന്ന് ആരെങ്കിലും ചോദിച്ചോ? അയ്യോ, അതിന് ചേട്ടൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചു വിടുന്നില്ലല്ലോ. എന്താണ് പ്രോബ്ലം? ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ. താങ്ക് യു. കണ്ടോടി, നിന്നെക്കാളും സ്നേഹമാ ലതികയ്ക്ക് എന്നോട്. നിനക്ക് തോന്നിയില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ആ ലതികയോ? ഇത് അന്ന് വാങ്ങിച്ച സാരിയല്ലേ? അതെ. നന്നായിരിക്കുന്നു. ഇറ്റ് മാച്ചസ് വിത്ത് യു വെരി വെൽ. താങ്ക് യു. നിഷയില്ലേ? മുകളിലുണ്ടാവും.
പുതിയ പോയിട്രി കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. നീ നിന്റെ ഒരു പോയിട്രി കളക്ഷൻ. ചേട്ടാ താരാന്ന് പറഞ്ഞേ? ഇത് ഞാനല്ലേ? ആണോ? ഈ നോക്ക്, നന്നായിട്ടുണ്ട്. ഇത് ഞാനെടുത്തോട്ടെ? താങ്ക് യു. ചേട്ടാ, ഞങ്ങൾ ലൈബ്രറി വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? റെഡിയല്ലേ? എന്താ ലതികയുടെ മുഖത്ത്? ഒന്നുമില്ല, വെറുതെ പറയാ. അയ്യേ. ഫസ്റ്റ് പാർട്ടിയാണ്, കൊള്ളാലോ. നിന്നെ പോലൊരു മണ്ടി. കേറി. നമുക്ക് പോവായി. അയ്യോ, എന്റെ സ്കേർട്ടൊക്കെ നനയുന്നു. ലതിക എങ്ങോട്ടാ? വീട്ടിലേക്കാ. കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിഷ വന്നില്ലേ? അവിടെ ക്ലാസ് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആനന്ദ് ശങ്കർ ഉണ്ടോ? ഉണ്ടല്ലോ. വേണോ? അറിയോ ഫാൻ ഓഫ് ആനന്ദ് ശങ്കർ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഐ ജസ്റ്റ് ലൈക്ക് ഹിം. കണ്ണൂടെ കാണാൻ വയ്യ. എന്താ ചാച്ചാണല്ലോ, നെൽക്കൂരി വെള്ളം കയറി. ലതികയോടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ലതികയ്ക്കറിയാമല്ലോ. ഈ ചുറ്റുപാടിൽ എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത് ലതിക കാണുമ്പോൾ. ലതിക തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ലതിക വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇതൊന്ന് തുറന്നു പറയണമെന്ന് കരുതിയിട്ട് കുറെ നാളുകളായി. പക്ഷേ പലപ്പോഴും I want you. Please.